നമസ്കാരം. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായി മാറിയ ശ്രീ ആർ നീലകണ്ഠനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിരിക്കുന്നത്. നമസ്കാരം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി CPM-ന്റെ ഒരു സൈബർ പേജ് വ്യാപകമായി താങ്കൾക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. താങ്കളുടെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ഒക്കെ ചിത്രം വെച്ചിട്ട് AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോ ആണ്. താങ്കൾ കേരളത്തിലെ ഒരു വികസന വിരോധിയാണ്. എന്ത് വികസന കേരളത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഇടതു സർക്കാരുകൾ ശ്രമിച്ചാലും താങ്കൾ അതിനെ എതിർക്കുന്ന ആളാണ്. കേരളത്തിനെ പുറകോട്ട് നയിക്കുക എന്നതാണ് താങ്കളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് താങ്കളെ വ്യാപകമായി അപമാനിക്കുന്ന തരത്തിലുള്ള താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ വിഷയത്തിലുള്ള മറുപടി? എനിക്ക് ചിരിയ വരുന്നത് എന്താ കാര്യം എന്നറിയോ? ഇതിനേക്കാൾ കൂടുതൽ VS അച്യുതാനന്ദനും ഞാനും കൂടിയുള്ള ഇരുവർ വയ്ക്കായി ഒരു 50 സമരങ്ങളിലെങ്കിലും ഞാനും സഖാവ് VS-ന്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. 50 സമരങ്ങൾ എനിക്ക് വേണേൽ എണ്ണി പറയാം. അപ്പോൾ സതീശന്റെ കൂടെ ഞാൻ അങ്ങനെ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല, ചില വിഷയങ്ങളിൽ സതീശനുമായിട്ട് എനിക്ക് VS-ഉമായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞാൻ എങ്ങനെ ഭരിക്കുന്നു എന്ന് നോക്കിയല്ല ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത്, ആ വിഷയത്തിൻ്റെ മെറിറ്റിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തി പദ്ധതികൾ മുടക്കുകയും ഫാക്ടറികൾ പൂട്ടിക്കുകയും സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും ചെയ്ത പാർട്ടി ഏതാണ് എന്ന് CPM-കാർ വിലയിരുത്തട്ടെ. ഒരു സംശയവും വേണ്ട, അത് CPM തന്നെയാണ്. കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്താൽ എത്ര പദ്ധതികൾ അവർ മുടക്കിയിട്ടുണ്ട്, എത്ര പദ്ധതികൾ മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എത്ര പദ്ധതികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ആറന്മുള വിമാനത്താവളം. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി കൊടുക്കുന്നത് 2011 പുറത്തായ VS സർക്കാരാണ്. അന്ന് അനുമതി കൊടുക്കുമ്പോൾ തന്നെ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ നാട്ടുകാർ എന്നെ സമരത്തിന് വിളിച്ചു. അന്ന് VS സർക്കാർ നിലവിലുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വരാൻ പോകും. അവിടുത്തെ MLA രാജഗോപാൽ വലിയൊരു ഫ്ലക്സ് അവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയും? ആറന്മുളയ്ക്ക് ചിറക് വിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആറന്മുള എയർപോർട്ട് വരാൻ പോകുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടം. കഷ്ടകാലത്തിന് അദ്ദേഹം ജയിച്ചില്ല ആ തെരഞ്ഞെടുപ്പിൽ. ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴാണ് പെട്ടെന്ന് CPM-ന് ബോധ്യം വന്നു, അത് നെൽവയലാണ്, തണ്ണീർത്തടമാണ്. അതെന്താണെന്നറിയാതെയാണല്ലോ അനുമതി കൊടുത്തത്. അങ്ങനെയാണ്. ആറന്മുളയിൽ എന്താണെന്ന് അവിടുത്തെ MLA-ക്ക് പോലും അറിയില്ലേ. പെട്ടെന്ന് വന്നു. BJP സമരത്തിൽ വന്നു, CPM സമരത്തിൽ വന്നു, CPI സമരത്തിൽ വന്നു. ഞാൻ ആ സമരത്തിൽ ആദ്യമേ ഉണ്ട്. അവിടുത്തെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് സമരസമിതി കൺവീനർ കുമ്മനം രാജശേഖരൻ, ഇന്നും നിങ്ങൾക്ക് റെക്കോർഡ്സ്. ആ വേദിയിൽ സഖാവ് VS, സഖാവ് പന്നിയൻ രവീന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, ഇവരോടൊപ്പം വേറെ പലരും ഉണ്ട്. ഞാനും ആ സമരത്തിൽ എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ സർക്കാർ മാറിയപ്പോൾ മാറി. ഇനി ഇപ്പോൾ എന്നെ ആക്ഷേപിക്കുന്ന ഗെയിൽ സമരത്തിലേക്ക് പോവാം. ഗെയിൽ സമരം ഇവിടെ എങ്ങനെ ആരംഭിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ മധ്യത്തിലൂടെ വലിയ വീട്ടിലേക്ക് ഗ്യാസ് കയറുന്ന കണക്ഷൻ അല്ല ഞാൻ ഈ പറഞ്ഞത്. ഹൈ പ്രഷർ 100-120 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വെച്ചാൽ വലിയ അറ്റ്മോസ്ഫിയറിന് 125 മടങ്ങ് പ്രഷറുള്ള പൈപ്പ് ലൈൻ വലിച്ചു കൊണ്ടുപോയി. ആ പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ കർണാടക രണ്ട് സ്ഥലത്തേക്ക്, ഒന്ന് ബാംഗ്ലൂർക്കും ഒന്ന് മാംഗ്ലൂർക്കും, ഇത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൈപ്പ് ലൈനാണ്. നമ്മൾ പറഞ്ഞത് എന്താ? പൈപ്പ് ലൈൻ രണ്ടാന്ന് പറഞ്ഞില്ല, ഗ്യാസ് പൈപ്പ് ലൈനിൽ തന്നെ പോകണം. പക്ഷേ ജനങ്ങളില്ലാത്ത മേഖലയിലൂടെ പോകണം. കാരണം എന്താ? ഇതിനെന്തെങ്കിലും അപകടം പറ്റിയാൽ കാരണം 2 വാൽവ് തമ്മിലുള്ള ദൂരം അത് അവർ എടുത്തിട്ട് സ്പീഡിയതാണ് 25 കിലോമീറ്റർ. ഇതിനിടയിൽ എവിടെയെങ്കിലും പൊട്ടിയാൽ ഇവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്ന 2 വാൽവാണ്. 25 കിലോമീറ്ററിനകത്തുള്ള മുഴുവൻ ഗ്യാസും പുറത്തേക്ക് വരും. നമുക്കറിയാം, നിരവധി ഇടങ്ങളിൽ ഗുജറാത്തിൽ ഉണ്ടായിട്ടുണ്ട്, തെലങ്കാനയിൽ ഖമ്മം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്, നിരവധി ഇടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ ഗ്യാസിൽ ഒരു ലീക്ക് വന്നാൽ വേണ്ട, ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ അത് ബോംബ് വെച്ചാലും മതി. ഇത് പൊട്ടിയാൽ 25 കിലോമീറ്ററിനിടയിലുള്ള മുഴുവൻ ഗ്യാസും പുറത്തേക്ക് വരും. അങ്ങനെ വന്നാൽ കേരളത്തിൽ ഇത്രയും ജനവാസമുള്ള സ്ഥലമാണ്, വലിയ തോതിലുള്ള അപകടം ഉണ്ട്. നമുക്കറിയാം, ഒരു ഗ്യാസ് ടാങ്കർ മറിഞ്ഞിട്ട് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ എന്താ പ്രശ്നം? ഒരു ഗ്യാസ് പൊട്ടി കണ്ണൂർ ചാലയിൽ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പാടില്ല, ജനവാസം കുറഞ്ഞ മേഖലയിൽ പോകണം. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാരാണ്? ഞാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ എറണാകുളത്ത് ഗെയിലിൻ്റെ ഓഫീസിന് മുമ്പിൽ നടത്തിയ വലിയൊരു സത്യാഗ്രഹം, അതിൽ ഉദ്ഘാടനം ചെയ്തത് സഖാവ് P. രാജീവാണ്, ഇന്നത്തെ വ്യവസായ മന്ത്രി. ഈ വാതക ബോംബ് ഞങ്ങൾക്ക് വേണ്ട. ഇത് മാത്രമല്ല, CPM പങ്കെടുത്ത സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, മലബാറിൽ. അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മലപ്പുറത്ത് ഞാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ CPM ഈ വാതക ബോംബ് ഞങ്ങൾക്ക് വേണ്ട, ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുകൊണ്ട് CPM സമരം നടത്തി. CPM സമരം നടത്തി. അത് കഴിഞ്ഞു ഭരണം കിട്ടിയപ്പോഴേക്കും വാതക ബോംബ് വളരെ കുഴപ്പമില്ല സാധനം. അങ്ങനെ തന്നെ അടികൂടി
പോയാൽ മതി, താഴെ കൂടിയല്ലേ പോണേ, അത് കുഴപ്പമില്ല, ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. ആ സമരത്തിലുള്ള പ്രത്യേകത 2 തമിഴ്നാട്ടിലെ ആളുകളുടെ ഗെയിൽ സമരത്തിൽ 2 തമിഴ്നാട് സഖാക്കൾ, അവർ കർഷക പ്രതിനിധികൾ, അവർ ഗെയിലിന്റെ സമരത്തിൽ നടത്തുക. കുറിലോസ് തിരുമേനി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വിവരമില്ലാത്ത തിരുമേനി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കുറിലോസ് തിരുമേനി ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അതിൽ അധ്യക്ഷൻ ഞാനായിരുന്നു. അങ്ങനെ ഗ്യാസ് പൈപ്പ് ലൈൻ കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടിയിട്ട് ഗ്യാസ് പൈപ്പ് ലൈനിൽ. ഗ്യാസ് പൈപ്പ് ലൈൻ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്കുമാണ് ഇട്ടിരുന്നത്. ഈ ബാംഗ്ലൂർക്കുള്ള ലൈൻ എവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയാമോ? ആ ലൈൻ പോയില്ല. അത് കൂറ്റനാട് നിന്ന് കിഴക്കോട്ട് ഷൊർണൂർ വഴി വാളയാർ വഴി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സ്ഥലം എടുത്തത്. കേരളത്തിൽ മാത്രമേ സ്ഥലം എടുത്തുള്ളൂ. തമിഴ്നാട് സമ്മതിച്ചില്ല, ജയലളിത സമ്മതിച്ചില്ല, സ്റ്റാലിന് സമ്മതിച്ചില്ല. അതിലെ വഴി കോയമ്പത്തൂർ, സേലം വഴി, ധർമ്മപുരി വഴി ബാംഗ്ലൂർ കൊണ്ടുപോകാനായിരുന്നു. നടന്നില്ല, പദ്ധതി നടന്നില്ല. സ്ഥലം എടുത്ത് അവിടെ കിടക്കുന്നുണ്ട്. വാളയാർ ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഈ സ്ഥലം വാളയാർ വരെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പദ്ധതിക്ക് ആരുമില്ലേ. ഇതെന്താ കാര്യം എന്നറിയോ? അംബാനിക്ക് വേണ്ടിയിട്ടായി കൊണ്ടുപോയത്, അംബാനിക്ക് കൊടുക്കാൻ. എന്നിട്ട് പോട വഴിക്ക് കുറച്ച് ആളുകൾക്ക് കിട്ടി എന്നേ ഉള്ളൂ. മൂന്നാമത്തെ വിഷയം നെടുമ്പാശ്ശേരി വിമാനത്താവളം അതിഗംഭീരമാണ്. കരുണാകരന്റെ കാലത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പാടം നികത്തുന്നതിനെതിരെയും ചെങ്ങൽ തോട് അടയ്ക്കുന്നതിനെതിരെയും ഞാനടക്കം സമരം ചെയ്തിട്ടുണ്ട്. കുടിയൊഴിക്കലിനൊക്കെ എതിരെ. ആ സമരത്തിന് നേതൃത്വം നൽകിയതാരാ? സഖാവ് എസ് ശർമ്മ. അന്ന് എസ് ശർമ്മ എന്നുള്ളതല്ല, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നും ഉണ്ട്. എന്താ, എന്റെ നെഞ്ചത്തു കൂടിയേ വിമാനം ഇറങ്ങുന്നു. അദ്ദേഹത്തിന് നെഞ്ചത്തു കൂടി ഇറങ്ങിയില്ല, വിമാനത്തിന് ഡയറക്ടർ ബോർഡ് അദ്ദേഹത്തിന്റെ നെഞ്ചത്തു. നമ്മളിത് കണ്ടു. ഇങ്ങനെ പിന്നെ ട്രാക്ടറിന്റെ കാര്യം അതൊന്നും ഞാൻ പറയില്ല. കമ്പ്യൂട്ടർ ഇല്ലാതെ ഇപ്പൊ സഖാക്കൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇന്നിപ്പോ സുധാകരനെ പറ്റിച്ച് കമ്പ്യൂട്ടർ കയറി എന്തോ ഫേസ്ബുക്കിലേക്ക് കിട്ടുന്നുള്ളൂ. എന്താ പറയാ, കമ്പ്യൂട്ടർ ഇല്ലാതെ സഖാക്കൾക്കൊന്നുമില്ല. എന്നെ പറ്റി ഈ നുണ എഴുതുന്നതിന് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ്. ഞാൻ മദ്യപാനിയാണ്, എനിക്ക് 6 നില വീടുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് നോക്കി വിട്ടു. പിന്നെ അവർ പിൻവലിച്ചു. എനിക്കറിയില്ല എന്താ സംഭവിച്ചു. ഇതുപോലെ ഒരുപാട് പദ്ധതികൾ നമുക്കൂടി. നീ വേറൊന്നും കൂടി പറയാതെ, സ്വാശ്രയ കോളേജ് 5 സഖാക്കൾ വെടികൊണ്ട് മരിച്ച കൂത്തുപറമ്പ്. അല്ല, പുഷ്പൻ പിന്നീട് വരും. ഞാൻ പറഞ്ഞ അന്ന് 5 സഖാക്കൾ. പിന്നെ നമ്മളൊക്കെ കേട്ടില്ലേ, പുഷ്പനെ അറിയാമോ എന്ന്. എന്തിനായിരുന്നു സമരം? കേരളത്തിൽ സ്വാശ്രയ കോളേജ് വരാൻ പാടില്ല. അങ്കമാലി LF-ൽ ഒരു ഒപ്താൽമോളജി MD വരുന്നതിനെതിരെ ഒക്കെ ഈ സമരം ഞാനൊക്കെ പങ്കെടുത്തിട്ടില്ല. ഈ സമരത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാശ്രയ കോളേജ് വരാൻ പാടില്ല. പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ നിന്ന് സ്വാശ്രയ മേഖലയിലാണ്. ഇതിനാണ് ആ സംഗതി ഉണ്ടായത്. 10 കൊല്ലം കൂത്തുപറമ്പ് സമരം കഴിഞ്ഞ് 5 കൊല്ലം പാർട്ടി ഭരിച്ചു, 5 കൊല്ലം പ്രതിപക്ഷം ഭരിച്ചു, പിന്നെ 5 കൊല്ലം ഭരിച്ചു. 10-15 കൊല്ലം ഈ പരിയാരം മെഡിക്കൽ കോളേജ് ആരാ ഭരിച്ചിരുന്നതെന്ന് പറയും? MV ജയരാജൻ. എങ്ങനെ സ്വാശ്രയ കോളേജായി? കൂത്തുപറമ്പ് വെടിവയ്പ് കഴിഞ്ഞ് 1.5 പതിറ്റാണ്ട് കാലം അവിടെ കൈക്കൂലി വാങ്ങി, എന്ന് പറഞ്ഞാൽ കോഴപ്പണം വാങ്ങി സ്വാശ്രയ കോളേജ് കൊണ്ടുവരുന്നു MV ജയരാജൻ പാർട്ടി. അപ്പൊ പുഷ്പനെ അറിയണ്ട, പിടിച്ചെടുത്ത രീതിയുണ്ട്. ആ പിടിച്ചെടുത്ത രീതി വേറെ. അത് പിന്നെ സഹകരണ മേഖല അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് പിടിച്ചെടുത്തത് അങ്ങനെ. അത് കഴിഞ്ഞ് 15 കൊല്ലം അത് സ്വാശ്രയ കോളേജായിട്ട് കൊണ്ടിടുന്നു. ഇവരെന്ത് ചെയ്യും? രാവിലെ ഞാനത് തമാശയായിട്ട് എഴുതിയതാ, കൂത്തുപറമ്പിലെ പ്രേതങ്ങൾ MV ജയരാജനെ ആക്രമിക്കും. കൂത്തുപറമ്പിലെ സഖാക്കളുടെ പ്രേതങ്ങൾ ജയരാജന്റെ പ്രേതങ്ങളിൽ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ പ്രേതങ്ങൾക്ക് ജയരാജനെ അറിയാമല്ലോ. ആക്രമിക്കും. എന്താ കാര്യം? ഇവിടെ കൂത്തുപറമ്പ് സമരത്തിന്റെ രക്തസാക്ഷി ദിനം കഴിഞ്ഞിട്ട് അത് നേരെ പോയി പരിയാരം മെഡിക്കൽ കോളേജിൽ പോയിരുന്ന് അദ്ദേഹം കൈക്കൂലി കോഴ വാങ്ങി സീറ്റ് കൊടുക്കും. ഒരു ആത്മനിന്ദയും CPM-നെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടായിട്ടില്ല. വിഴിഞ്ഞം, അതെല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ ബഹളം? ഉമ്മൻചാണ്ടി 7,000 കോടി രൂപ അഴിമതി നടത്തി, ഇത് നടത്തി. കടൽക്കൊള്ള. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് ഇപ്പോഴും നമ്മുടെ ഇതിലുണ്ടാവൂലോ, ആർക്കേസിലുണ്ടല്ലോ, കടൽക്കൊള്ള. പക്ഷേ 2016 പിണറായി വിജയൻ വരുന്നു, ഗൗതം അദാനി AKG സെന്ററിൽ ചെല്ലുന്നു, അതിൽ കൈക്കൂലിയൊന്നുമില്ല എന്ന് ഗൗതം അദാനി പറയുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിശ്വാസം, ഒരഴിമതിയില്ല. ഓ അങ്ങനെയാണോ? ഞാൻ നിങ്ങളതൊരു തെറ്റിദ്ധരിച്ചതല്ലേ? എന്നാ വിഴിഞ്ഞ എന്റെ പദ്ധതി ഇപ്പൊ വിഴിഞ്ഞ വികസന നേട്ടങ്ങളുടെ വലിയ പട്ടികയിൽ വരികയാണ്. എക്സ്പ്രസ് ഹൈവേക്കെതിരെ അതിശക്തമായി സമരം നടത്തി. അതിന്റെ 10 ഇരട്ടി കുഴപ്പമുള്ള കേരളയിൽ നടപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ നാട്ടുകാർ സമ്മതിച്ചില്ല എന്നുള്ളൂ. നാട്ടുകാർ സമ്മതിക്കാത്തോണ്ട് നടക്കാതിരുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ വികസന വിരുദ്ധനായിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല. എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വളരെ ക്ലിയർ ആണ്. ഇപ്പൊ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയും, ഗെയിൽ പൈപ്പ് ലൈൻ അപകടകരമാണ്. അപകടം ഉണ്ടാവുന്നവരെ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഉണ്ടായാലല്ലേ ഉള്ളൂ. ഇപ്പൊ വണ്ടി ഓടിക്കുന്നവർക്ക് അങ്ങനെയല്ലേ ധൈര്യം? എല്ലാ ഡ്രൈവർമാരും എന്താ പറയാ, അപകടം ഉണ്ടാവില്ല അല്ലേ?
അപകടം ഉണ്ടാകുമ്പോൾ അപകടമായി, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ വന്നത്. മറ്റു വിഷയങ്ങൾ അത് ഓരോ സമരത്തിലും വളരെ കൃത്യമായി CPM-ന്റെ കൂടെ, ഞാൻ പറഞ്ഞില്ലേ VS അച്യുതാനന്ദന്റെ കൂടെ പങ്കെടുത്തത്ര സമരങ്ങളിൽ ഞാൻ വേറൊരാളുടെ കൂടെയും പങ്കെടുത്തിട്ടില്ല കേരളത്തിൽ. അദ്ദേഹവുമായി സംസാരിക്കാതെ മിക്കവാറും സമരങ്ങൾ, അത് കിനാലൂർ പാതയുടെ സമരം ആയാലും മറ്റ് നിരവധി ഇടങ്ങൾ, കണ്ണൂരിൽ എൻറോൺ താപനിലയെ കൊണ്ടുവരാൻ അന്നത്തെ നായനാർ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അതിനെതിരെയുള്ള സമരത്തിലായാലും, അതിനുശേഷം പിണറായി വിജയൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് വന്നത്. പിന്നെ ശർമ്മ മന്ത്രിയായപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു, അത് വേറെ പ്രശ്നം. കാരണം എൻറോൺ എന്ന് പറയുന്ന കമ്പനിക്കെതിരെ മഹാരാഷ്ട്രയിൽ ധാബോളിലെ പ്രോജക്റ്റിനെതിരെ ബാലാനന്ദനും അതുപോലെ മേധാ പട്കറും ഒരുമിച്ച് കേസ് നടത്തുക. ആ സമരത്തിൽ ഞാൻ എൻറോൺ പോയി ജയിലിൽ കിടന്നിട്ടുള്ളത്, ധാബോൾ സമരത്തിൽ. അതേ എൻറോണിനെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനെ എതിർക്കല്ലേ പറ്റുള്ളൂ. അച്യുതാനന്ദൻ അതിനെ നമ്മളോട് കൂടെ നിന്നു, അക്കാര്യത്തിൽ കൂടെ നിന്നു. അപ്പോൾ കേരളത്തിന്റെ പ്രകൃതി നശിപ്പിക്കുന്ന, കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന സമരങ്ങൾക്ക് ഞാൻ കൂടെ നിന്നു. പക്ഷേ ഇവരെ കാര്യം അതല്ല. ഇവർക്ക് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയാണ് സമരമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ UDF സർക്കാർ വരുന്നു എന്ന് നോക്കിയാൽ UDF സർക്കാരിനെതിരെ സമരത്തിന് ഞാനുണ്ടാവും. പക്ഷെ എൻ്റെ കൂടെ സഖാവ് രാജീവ് ഉണ്ട്. അതാണ് എൻ്റെ ധൈര്യം. എൻ്റെ കൂടെ UDF സർക്കാർ വന്നാൽ സമരത്തിന് സഖാവ് രാജീവ് ഉണ്ടാവും. ഉണ്ടാവാതിരിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ വികസന വിരുദ്ധരായിട്ട് കൂട്ടിക്കോ. ഞങ്ങൾ ഭരിക്കുമ്പോൾ വികസനം വേണം. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എത്ര പദ്ധതികൾക്കെതിരായി ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാതാ പറഞ്ഞേ, ഇപ്പോൾ മറ്റേ മെത്രാങ്കായൽ സമരം വലിയ സമരമായിരുന്നു. ഇപ്പൊ ചാനലിലിരുന്ന് വാചകടിക്കുന്ന അനിൽകുമാർ എന്ന സഖാവില്ലേ, ആ സഖാവ് ഞാനും ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ടാണ് അവിടെ മെത്രാങ്കായൽ സംരക്ഷണത്തിന് കുമരകത്ത് സമരം ചെയ്തത്. മെത്രാങ്കായൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പൊ പ്രശ്നം അതുപോലെ ഓരോ വിഷയത്തിലും ഇതേപോലെ ഇരട്ടത്താപ്പ് എടുക്കാൻ പറ്റില്ല. ഇരട്ടത്താപ്പിൽ അവർക്ക് മുത്താപ്പ് ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ ഭരണം പോയാൽ വീണ്ടും നിലപാട് മാറ്റും. ആ നിലപാട് എനിക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഞാനൊരു വിഷയം അതിൻ്റെ മെറിറ്റിലാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ കമ്പ്യൂട്ടറിനെതിരായ സമരം കൊടുമ്പിരി കൊള്ളു കാലത്ത് CPM വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, പണിയെത്തിക്കൂ കൈകളിൽ ആദ്യം എന്നിട്ടാകും കമ്പ്യൂട്ടർ. അതുമാത്രമല്ല, കണ്ണൂരിലെയും കോഴിക്കോട്ടെയും കല്ലുവെട്ട് യന്ത്രം വന്നപ്പോൾ സാധാരണക്കാരന് പണി പോകുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് ആ യന്ത്രങ്ങൾ നശിപ്പിച്ച ആളുകൾ, ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ കർഷക തൊഴിലാളികൾക്ക് ജോലി പോകുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ. എന്നാൽ പിന്നീട് ഇതെല്ലാം ഇവർ കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇവർ നേതൃത്വം നൽകിയപ്പോൾ ഇവർ പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ച് നാടിന്റെ വികസന രംഗത്ത് പങ്കാളിയാകണമെന്ന ന്യായമാണ്. ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയും ചെയ്ത സമീപനമല്ലേ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വിഴിഞ്ഞത്തിന് വലിയ കാലമൊന്നും വേണ്ടി വന്നില്ല. കടൽക്കൊള്ള എന്ന് പറഞ്ഞ സാധനം വികസന പദ്ധതിയായി. നെടുമ്പാശ്ശേരി ഒരു കാലവും വേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് ഭരണം മാറിയോടുകൂടി നെടുമ്പാശ്ശേരി വലിയ വികസന പദ്ധതിയായി. ആറന്മുള വലിയ വികസന പദ്ധതിയായിരുന്നു. ഇത് മാറിയോടുകൂടി, ഭരണം മാറിയോടുകൂടി ആറന്മുള വികസന വിരുദ്ധമായി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള സമീപനം യഥാർത്ഥത്തിൽ ആരുടെയാണ് വികസന വിരുദ്ധത? ഇവർക്ക് ഈ വികസന വിരുദ്ധതയെക്കുറിച്ച് പറയാൻ ഒരവകാശവുമില്ല. കേരളത്തിന്റെ വികസനത്തിന് എപ്പോഴും തടസ്സം നിന്നിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷമാണ്.